ഗൈസ്, നിങ്ങളിപ്പോൾ ആലോചിക്കുമായിരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ പള്ളിയിലോട്ടാണ് പോകുന്നത്. എനിക്ക് പള്ളിയിൽ പ്രസംഗിക്കാറുണ്ട്. ഞങ്ങൾക്ക് വേൾഡ് സൺഡേ സ്കൂൾ ഡേയുടെ തലേ ദിവസം ആരാധനയുണ്ട്. അപ്പം കുട്ടികളാണ് അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഇത് ആൻലി കുട്ടി അവൾ നന്നായിട്ട് തന്നെ സംഗീതത്തിനൊക്കെ പറഞ്ഞ് എൻ്റെ ചേട്ടനെ കൂടെ അയച്ചു. ദോഷം ചെയ്തിട്ടില്ല എന്നുറപ്പിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവരെ അൻപ് വേദവാക്യം ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ വാക്യത്തെ കുറിച്ച് നാം വിശദീകരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു നമ്മുടെ തെറ്റുകൾ തിരുത്തി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വചനമാണ് ഇത്. ദൈവം അല്ലെങ്കിൽ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്?
ആരാധനയിൽ പങ്കാളിത്തം വഹിച്ചവരെ അനുഗ്രഹിക്കണമേ. അവർ ചെയ്ത ശുശ്രൂഷകൾ ദൈവനാമത്തിന് മഹത്വനായി തീരുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നാളെ നടക്കുന്ന ആരാധനയിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും പകരപ്പെടുന്ന. അങ്ങനെ ഞങ്ങൾ ആരാധനയൊക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. എനിക്കും നന്നായിട്ട് എന്നെ പറയാൻ ദൈവം സഹായിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം.